നിസ്കാരത്തിൽ പൊക്കിൾ മറക്കണം, എന്നാൽ പാന്റ് ഇട്ട് നിസ്കരിക്കുമ്പോൾ പൊക്കിൾ മറയുന്നില്ല, നിസ്കാരം സ്വഹീഹാവുമോ? അതൊരു നല്ല ചോദ്യമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് എന്റെ തൊട്ടടുത്ത് നിസ്കരിച്ച ഒരു സഹോദരന് എനിക്ക് ഈ വിവരം പറഞ്ഞു കൊടുക്കാൻ പറ്റി. നല്ല തൊപ്പിക്കെട്ട്, അദ്ദേഹം ഒരു പാകിസ്ഥാനിയെന്ന് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ, പാൻസും ഷർട്ടൊക്കെ ഇട്ടു. എന്താ ചെയ്യാ, സുജൂദക്ക് പോയാൽ ഇന്നർ വെയറും ഔട്ടർ വെയറും ഒക്കെ പുറത്താണ്. എന്തൊരു അപകടമാണ്! എന്തൊരു ഈ കമ്പനിക്കാരൊക്കെ പാൻസ് ഇങ്ങനെ പൊക്കാൻ പറ്റാത്ത കോലത്തിലാണോ ഇപ്പൊ അടിക്കണമെന്ന് തോന്നുന്നുണ്ട്. ജീൻസിന്റെ ചില വിഷയങ്ങൾ. ഒരു കടയിൽ ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരുണ്ട്, ആ കടന്റെ ടേബിളിലേക്ക് ഇങ്ങനെ ലീൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക ചെറുപ്പക്കാരൻ. മലയാളിയൊന്നും അല്ല, പക്ഷെ ആകെ കീറിപ്പറഞ്ഞൊരു ഇന്നർ വെയർ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അതന്നെ മുഴുവൻ പുറത്താണ്. തിരക്കുള്ള കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരു ബ്രാൻഡൊക്കെ ആണെങ്കിൽ തിരക്കുള്ള ബ്രാൻഡ് അംബാസഡർ ആണെങ്കിലും വിചാരിക്കാം. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാർക്ക് എന്താണ് പറയാ, കൾച്ചർ അങ്ങ് താഴ്ന്നു പോയാൽ പിന്നെ അതിനൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. പിന്നെ എന്തു ചെയ്യും? ഇപ്പൊ അത്ര അതിന്റെ താഴേക്ക് എത്തും. സ്വന്തം മനുഷ്യൻ അറിയൂലേ എന്റെ ബാക്കിന്ന് ഡ്രസ്സ് താഴെ പോകുന്നുണ്ട്? മിനിമം ഒരു ഏസിന്റെ തണുപ്പെങ്കിലും തട്ടൂലേ? ഇതറിയാത്ത പോലെ സുബ്ഹാനല്ലാഹ് പാന്റൊക്കെ താഴ്ന്ന് ആ സ്റ്റൈലൊക്കെ ഒന്ന് പോകാൻ സമയമായിട്ടുണ്ട്. കുറച്ചു കാലം ഇപ്പൊ തുടങ്ങിയിട്ട്. അത് മൂവ് ആവുമെന്ന് ഞാൻ വിചാരിക്കില്ല. ഇടയ്ക്ക് ഇങ്ങനെ വരലുണ്ട് ഓരോന്ന്. മുഅ്മിനീങ്ങളെ, നിസ്കരിക്കുകയാണെങ്കിൽ പുരുഷന്മാർ നിർബന്ധമായും പൊക്കിള് മുതൽ മുട്ട് അടങ്ങിയത്, മുട്ട്, കാൽമുട്ട്, നീ ഇൻക്ലൂസീവ് മറഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അപ്പം പൊക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബെല്ലി ബട്ടൺ, അവിടെ മുതൽ മുഴുവൻ മറഞ്ഞിരിക്കണം. നിങ്ങൾക്കൊരു ബനിയനുണ്ട്, ഒരു വെസ്റ്റ്, നമ്മൾ ബനിയൻ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരെ താഴ്ത്തിയിടുന്നുണ്ട്. അതിന്റെ മുകളിൽ പാന്റ് ധരിച്ചു, പൊക്കിളിന്റെ മുകളിലല്ല. പക്ഷെ പൊക്കിളിന്റെ താഴേക്ക് നമ്മുടെ ബനിയൻ ശരീരത്തിലേക്ക് ഒട്ടി നിൽക്കുന്ന ഡ്രസ്സല്ലേ, അതിന്റെ മുകളിൽ പാന്റ് ഉണ്ട്. പക്ഷെ പാന്റ് പൊക്കിളിന്റെ താഴെ കുഴപ്പമില്ല. എപ്പോ? അതുവരെ ഒന്നിച്ചു, ഒരു ഗ്യാപ്പ് ഒന്നുമില്ല, ബനിയൻ താഴേക്കുണ്ട്. പക്ഷെ ബനിയനൊന്നുമില്ല, ഷർട്ടാണുള്ളത്. ഷർട്ട് ലൂസായി കിടക്കുന്ന സാധനമാണ്. അങ്ങനെ വരികയാണെങ്കിൽ നിർബന്ധമായും പാൻസ് ധരിക്കുന്നവർ പൊക്കിളിന്റെ മുകളിലേക്ക് കയറിയാലേ നിസ്കാരം സ്വഹീഹാവൂ, നിസ്കാരം സ്വീകരിക്കുള്ളൂ. പക്ഷെ ഞാൻ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്തു, ഇംഗ്ലീഷ് അറിയുന്നു ചോദിച്ചു. ഇംഗ്ലീഷ് അറിയുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. സുന്നത്തൊക്കെ 4-6 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അതിന്റെ ഇടക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് അങ്ങനെ വിഷയം പറഞ്ഞു കൊടുക്കാൻ മുമ്പിനിങ്ങളെ ചെറുപ്പക്കാരെ, നമ്മളെ മലയാളികളൊന്നും ചെയ്യരുത്. ഞാനിപ്പോ പറഞ്ഞ് മനസ്സിലായിട്ടുള്ള ആളുകൾ ആരും ചെയ്യരുത്, അല്ലെ? ആരും ചെയ്യരുത്. അതൊക്കെ ഭയങ്കര മോശമാണ്. മനുഷ്യന്മാരുടെ ബോട്ടം എന്തേ ആൾക്കാർ കാണിച്ചു കൊടുക്കേണ്ട കാര്യം? മനുഷ്യന്മാരുടെ നിസ്കാരം ഫസാദാവുന്നില്ലേ? അവന്റെ നിസ്കാരമോ ഫസാദ്? അള്ളാന്റെ പള്ളിയിൽ വേണോ ഈ തോന്നിവാസമൊക്കെ? അപ്പൊ അവനവനിടുന്ന വസ്ത്രം എത്ര വരെ ഉണ്ട് എന്നൊരു ജനറൽ കോമൺ സെൻസ് ഇത് മനുഷ്യനുണ്ടാവണം. അതുകൊണ്ട് പാനിട്ട് നിസ്കരിക്കുമ്പോ എന്തായാലും നിർബന്ധമായും അതിൽ എക്സ്ക്യൂസ് ഇല്ല. പൊക്കളടക്കം മറഞ്ഞ് കാൽമുട്ട് മറയണം, അപ്പോഴേ നിസ്കാരത്തിന് സ്വഹീഹാവുള്ളൂ. ഇതൊന്നും ഇല്ലാത്തവർ ജുമുഅക്കൊക്കെ വരുന്ന കാണുന്നുണ്ട്. നല്ല വസ്ത്രം ഇട്ടിട്ട് വരിക. പള്ളിയിലേക്ക് വരുമ്പോഴാണ് നല്ല വസ്ത്രം ധരിക്കേണ്ടത്. ഉറങ്ങിച്ച് നേരെ അങ്ങോട്ട് വരും പള്ളിക്ക്, ജുമുഅക്കൊക്കെ അങ്ങനെയല്ല, നല്ല വസ്ത്രം ഇട്ടിട്ട് വാ. അല്ലാഹു ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രം ഇട്ട് വരണം എന്ന് റസൂലുള്ളാഹി